നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. അൻവറിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. അതിന് മുൻപായിട്ട് ഈ മാറാട് ഒരു ഭജന മഠം ഏതൊരു മുസ്ലിം നാമധാരി വെളുപ്പിൽ 6 മണിക്ക് തല്ലിത്തകർത്തു എന്നൊക്കെ. ഇങ്ങനെയെല്ലാം ചെയ്ത ശേഷം അവൻ മാനസിക രോഗിയാണെന്ന് പറയാറുണ്ട്. പക്ഷെ മുസ്ലിമാണെങ്കിൽ അങ്ങനെ പറയാറില്ല, മറ്റായാലും ഉള്ളതാണെങ്കിലും മാനസിക രോഗി പറയുള്ളൂ. മാനസിക രോഗിയായി പറഞ്ഞ് തള്ളുകയും ചെയ്യരുത്, അവനൊക്കെ ശക്തമായ ശിക്ഷ കൊടുക്കണം. പക്ഷെ ജനൻ ടി വിയിൽ വന്ന അതിൽ പറഞ്ഞ 1-2 പദങ്ങൾ ഞാൻ പറയാം, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. അതേ പദം 2 വാക്കുകൾ. ഒന്ന്, വടി കൊണ്ട് വിഗ്രഹം തകർത്തു. സാധാരണ വിഗ്രഹങ്ങൾ കോടാലിക്ക് ഇടിച്ചാൽ പോലും തകരുന്നല്ല സാധാരണ വിഗ്രഹങ്ങൾ. വടി കൊണ്ട് ഒരു മാനസിക ഭ്രാന്തന സംശയമില്ല, കാരണം അല്ലെങ്കിൽ ഒരു മറ്റു മതസ്ഥാപനത്തിൽ കയറി ആക്രമിക്കാൻ മാനസിക രോഗി തന്നെ സംശയമില്ല. പക്ഷെ അതിൻ്റെ ആനുകൂല്യം കൊടുക്കരുത്. വടി കൊണ്ട് എങ്ങനെയാണ് വിഗ്രഹം തീർക്കുക? മറ്റൊന്ന്, കാലുകൊണ്ട് ആൾത്താറ ചവിട്ടി മറച്ചു വന്നു. ആൾത്താരൊക്കെ കരിങ്കലുകൊണ്ട് അല്ലെങ്കിൽ ചെങ്കലുകൊണ്ട് കെട്ടി അതൊക്കെ കാലുകൊണ്ട് ചവിട്ടി മറുവോ? അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആ വിഷയത്തെ നിങ്ങൾ എല്ലാ വശവും ചിന്തിക്കണം എന്ന് പറയാൻ മാത്രം പറഞ്ഞാണ്. കുറ്റപ്പെടുത്തിയൊന്നുമല്ല. മാറാട് ആര് ചെയ്താൽ തെറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ലാക്കാതെ അവനൊക്കെ ശക്തമായി ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. ഓക്കെ. മറ്റ് സുഡിയോ എന്ന തുണി സ്ഥാപനം ടാറ്റയുടെ ഞാൻ പറഞ്ഞു, ഞാനും അറിയുന്നപ്പോൾ ഇതാട്ടോ, എനിക്കറിയില്ല എന്ത് ടാറ്റയാണ്. അത് ബഹിഷ്കരിക്കണമെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന പറഞ്ഞു. കോഴിക്കോട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ ചില പ്രതിഷേധ മീറ്റിംഗ് നടത്തി. മറ്റ് പല കമ്പനികളെ അപേക്ഷിച്ച് ടാറ്റ കുറച്ചുകൂടി വ്യത്യസ്തമാണ്, കുറച്ചുകൂടി ജനകീയമാണെന്ന് പറയാം. പക്ഷേ അത്ര പുണ്യവാളൊന്നും ടാറ്റ ആകണ്ട. നിങ്ങൾക്കറിയോ, 5 ലക്ഷം ഹെക്ടർ ഭൂമി, അതിൽ 13 ലക്ഷം ഏക്കർ ഭൂമിയാണ് ടാറ്റ മൂന്നാറിൽ കയ്യേറിയിരിക്കുന്നത്. കയ്യേറിയണത് എല്ലാവരെന്താണ്, സർക്കാർ ഭൂമി തേയിലത്തോട്ട് നടത്താൻ വേണ്ടി 13 ലക്ഷം ഏക്കറേ. 13 ലക്ഷം ഏക്കർ ഉണ്ടെങ്കിൽ എത്ര ലക്ഷം പേർക്ക് വീട് വയ്ക്കാം? അപ്പം ചോദിക്കും, അത് വീട് വെച്ച് മുറിച്ച് പോയാൽ പിന്നെ തോട്ടത്തിൻ്റെ മഹത്വം പോവും, തോട്ടം വിജയിക്കില്ല. അത് തന്നെയാണ്. അതിൽ ഒരു പരിധിയില്ല, ഒരു ചെറിയ സത്യം ഇല്ലായില്ല. പക്ഷേ എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അനുഭവിക്കേണ്ട, ഇത് മലയാളികൾ അനുഭവിക്കേണ്ട 13 ലക്ഷം ഏക്കർ ഭൂമി എത്ര 1000 കോടി രൂപയൊക്കെ ഉണ്ട്. അതാണ് ടാറ്റ നിസ്സാരത്ത് വാടക മറ്റുള്ളൂ. എന്നിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെയൊക്കെ കാര്യമായിട്ട് സംഭാവന അല്ലെങ്കിൽ ധർമ്മ സഹായം ചെയ്യുന്നുണ്ടാവും. അതാണല്ലോ എല്ലാ കമ്പനി ചെയ്യുന്നത് തന്നെയാണ്. അപ്പം അത്ര പുണ്യമാളൊന്നും ആകണ്ട. പക്ഷേ ഇതിലൊരു വശമുണ്ട്. ഇപ്പോൾ ടാറ്റയുടെ സ്ഥാപനം സുഡാപ്പി എന്നൊക്കെ വല്ല അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിള്ളേർ പോയി പ്രകടനം നടത്തിയാലൊന്നും അതൊന്നും മറ്റേ മൂലം മാത്രമേ അതൊരു പ്രചരണം കൂടി, അവർക്ക് വലിയ പ്രചരണം കിട്ടി, പരസ്യം കിട്ടി. ശരി തന്നെയാണ്. അതൊരു ഇതിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മൾ ചോദ്യം ചെയ്യണ്ട. അത് ഈ ഫലസ്തീനിലെ മക്കളുടെ കരികൂട്ടിയുള്ള കൊലപാതകങ്ങൾക്ക്, വംശഹത്യക്ക് എതിരെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട്, വംശഹത്യക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണോ ചെയ്തത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് പറയാനുള്ളതൊന്നുമില്ല. ഇപ്പം കേണൽ ഗദ്ദാഫി, സദ്ദാം ഹുസൈൻ, അവർക്ക് ഞങ്ങളെപ്പോലുള്ള ടീം പറയുന്നത് മഹാമണ്ഡന്മാരാണ്. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, പിന്നെ ഫിലോസഫിയാണ്, ശാസ്ത്രീയമാണ്. എന്താ കാരണം? നാം ഒരാളെ നശിപ്പിക്കുമ്പോൾ നാം ഇത് നേടിയെന്നുള്ള ഫിലോസഫി ഉണ്ട്. അത് വേൾഡ് ഫിലോസഫിയാണ്. നാം ഒരാളെ നശിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് നേട്ടമുണ്ടെന്ന്. നമുക്ക് നേട്ടമില്ലെങ്കിൽ നാം ഒരാളെ നശിപ്പിച്ച എന്ത് കാര്യം? ഇവിടെ സദ്ദാം ഹുസൈൻ അമേരിക്ക യുദ്ധം ചെയ്തു, കേരള ഗദ്ദാഫി യുദ്ധം ചെയ്തു. കുറച്ചുകൂടിയൊക്കെ നയത്തിൽ നിന്നെങ്കിൽ അതിലിപ്പോൾ സൗദി അറേബ്യ കണ്ടുപിടിക്കണം. അവരെന്താണ്, അവർ രാജഭരണമാണെങ്കിലും കുറച്ചുകൂടി ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അമേരിക്ക നേരിട്ട് എതിർക്കുന്ന ബുദ്ധിയല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും, ചൈന പോലും അമേരിക്ക നേരിട്ട് എതിർക്കുന്നില്ല. എന്നിട്ടാണ് ഈ വിഡ്ഢികളായ സദ്ദാം ഹുസൈനും ഗദ്ദാഫിയും, ഗദ്ദാഫിയുടെ ലിബിയ മഴയില്ല, ഭൂഗർഭ ജലം എടുത്താണ് ജീവിക്കുന്നത്. ഒരു മരുഭൂമിയിൽ വലിയൊരു തടാകം ഉണ്ട്, അതിനാണ് വെള്ളം എടുത്തത്. 10,000-3000 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി അത് ഉപയോഗിക്കുന്നതൊക്കെ. അതാണ് സംഗതി. എങ്കിലും സുഭിക്ഷമായിരുന്നു.
അവർക്ക് ഈ ലിബിയക്ക് ഭൂമിക്കടിയിൽ തന്നെ അതിനേക്കാൾ വലിയ പട്ടണം എന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് ഗദ്ദാഫിയോട് ചെയ്തു. ഒരുപടി ആ 10-30 വർഷം കൊണ്ട് ഒരുപടി കാര്യം ചെയ്തത്. പക്ഷേ എങ്കിലും നയമില്ലാതെ പോയി. അതുപോലെ സദ്ദാം ലോകത്ത് നമ്പർ 1 സുഖവാസ കേന്ദ്രം അല്ലെങ്കിൽ ലാഭം പ്രതിശീർഷ വരുമാനം ഉണ്ടാക്കുന്ന രാജ്യമായിരുന്നു ഇറാഖ്. ആ ഇറാഖിനെ അഴുക്ക് ചാലിൽ നിന്ന്, നമ്മൾക്ക് ഈ കേരളത്തിൽ പോകുമ്പോൾ അഴുക്ക് ചാലിൽ നമ്മുടെ കാല് മുട്ടി നമ്മൾ പൈപ്പിൽ നിന്ന് കാല് കഴുകും. ആ അഴുക്ക് ചാല് കുടിക്കേണ്ടി വന്നു, അഴുക്ക് ചാല് വെള്ളം. അതുപോലെ മരുന്നില്ലാതെ എത്ര ലക്ഷം കുഞ്ഞുങ്ങൾ മരിച്ചു. അമേരിക്കയുടെ കാരണമെങ്കിലും അത് സദ്ദാമിന് കയ്യില്ലേ, 2 കൈ കുട്ടികളെ ശബ്ദം കേൾക്കുള്ളൂ. അപ്പോൾ ആ മണ്ടത്ത് കാണിക്കുക. ഞാൻ പറഞ്ഞ് മുസ്ലിം രാജ്യങ്ങളോടും മുസ്ലിം സമുദായത്തോടും പറയാണ്, നമ്മൾ ഹെക്കുമത്ത്, നിങ്ങൾ, ഞാൻ ഉൾപ്പെടെയാണ്, നമ്മൾ പ്രവാചകം പറയുന്നത് തന്ത്രമാണ്, യുക്തിയാണ്, കുബുദ്ധിയല്ല. അങ്ങനെ പറഞ്ഞ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പ്രവാചകന്റെ അനുയായികൾ എന്ന് പറഞ്ഞവർ എന്താണ് ഈ മണ്ടത്തെ കാണിക്കുന്നത്? തന്നെയുമല്ല, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗാസയിലെ കൊലപാതകം, അതിൽ 2 വർഷം മുൻപ് ഒക്ടോബർ 7-ാം തീയതി മറ്റോ 7-ാം തീയതി ഈ ഹമാസിൻ്റെ ആൾക്കാർ ഇസ്രായേലിൽ കയറി കുറേ ആൾക്കാരെ കൊന്ന് കുറേ നശിപ്പിച്ചു. 101% തെറ്റാണ്. അപ്പോൾ ഞാൻ ഈ ആന വേണ്ടോടി ഇത് പറയുമ്പോഴാണ് എങ്ങനെ ചെയ്തു അത്. ഇത്രയും സന്നാഹമുണ്ടായിരുന്ന ഇസ്രായേലിൽ ഇവർ കയറി എപ്പോഴും അവിടെ അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ വിങ് സ്വിച്ച് ഓഫ് ആയിരുന്നു, അവർ മുറി തുറന്നു കിടക്കായിരുന്നു. ഇതിൽ കയറിക്കോട്ടെ ഇത്. അത് അമേരിക്കയിൽ ആ 2 ബിൽഡിംഗ് നശിപ്പിക്കാനായിട്ട് അമേരിക്കയുടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വലിയ ചരിത്രമാണ്. അതിൻ്റെ നശിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലും കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമേരിക്കയുടെ ബുദ്ധി കേന്ദ്രമാണ് അത്, ഇസ്രായേൽ ബുദ്ധി കേന്ദ്രമാണ്. ഇതൊന്നും ഇയാൾ സമ്മതിക്കില്ല. ഏത് നമ്മുടെ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ജയശങ്കർ സമ്മതിക്കില്ല. അതൊന്നും അബദ്ധമല്ല. ഞാൻ തർക്കിക്കില്ല, അത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ലാത്തതില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഹമാസ് എന്ന് പറയുന്നത് ഇസ്രായേൽ സൃഷ്ടിയാണ് എന്നും പലസ്തീൻ ലിബറേഷൻ PLO അറഫാത്തൊക്കെ അത് അവിടുത്തെ നാടിലെ സംഘടനയാണെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ ആയിരക്കണക്കിന് 10,000-കണക്കിന് കുഞ്ഞു മക്കളെ, ജനിച്ചു വീണ മക്കളെ കൊന്നിട്ട് ഇസ്രായേൽ ഒന്നും നേടാനില്ല. പക്ഷേ ഗാസക്ക് എന്ത് നേടിയത്? ആളില്ലാത്ത ഭൂമി ആർക്ക് വേണം? ഇനി ഭൂമി തിരിച്ചെടുത്താൽ തന്നെയും ഈ മനുഷ്യമില്ലാത്ത ഭൂമി, നശിപ്പിച്ച ഭൂമി കിട്ടിയിട്ടതായല്ലേ. അപ്പോൾ അവിടെയും നമ്മൾ നയമാണ് കാണിക്കുന്നത്. ആ നയം കാണിക്കുന്നതിന് കാരണം പലസ്തീനിലെ കുഞ്ഞുങ്ങളെ വംശഹത്യക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന ഇസ്രായേൽ അമേരിക്ക സൃഷ്ടിയാണെന്ന് ആരെങ്കിലും സംശയിച്ചോ കുറ്റം പറയാൻ പറ്റുമോ? അവരിലാരും മരിക്കുന്നില്ല, അവർ യോദ്ധാക്കൾ മരിക്കില്ല. 1-2 പേരെ കൊന്നു, അവർ മരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ 10,000 നിരപരാധി കുഞ്ഞുങ്ങൾ, കുഞ്ഞുമക്കൾ, സ്ത്രീകൾ, രോഗികൾ, വികലാംഗരൊക്കെയാണ്. അങ്ങനെ ഗാസയിൽ ജനങ്ങളെ കൊന്ന് അത് വെടിപ്പാക്കാൻ വേണ്ടി അവസരം കൊടുത്ത് ഇവർ കയറിയതല്ലേ എന്ന് പറയാൻ പറ്റുമോ? അതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതുപോലെ ബുദ്ധിമോശം കാണിച്ച ഈ ഹമാസിൻ്റെ മണ്ടന്മാരുടെ ഉള്ളു. ചിലർ പൊക്കിപ്പറയും, ഇവിടെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പൊക്കിപ്പറഞ്ഞത് ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ അവർ മരമണ്ടന്മാരാണ്. സദ്ദാമിനും ഗദ്ദാഫി പോലെ മരമണ്ടന്മാരാണ്. എന്തുകൊണ്ട്? ഇവർ ഇത്രയെല്ലാം അവിടെ കയറി നശിപ്പിച്ചു, 10,000 പേരിട്ട് കൊന്നിട്ട് പകരം ഇവർക്ക് കിട്ടിയത്രയാണ്. എത്ര ലക്ഷങ്ങൾ നശിപ്പിച്ചു, എത്ര ഘട്ടങ്ങൾ കളഞ്ഞു, എത്ര കുഞ്ഞു മക്കൾ വംശഹത്യ നടത്തിയില്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ കാണിച്ച ബുദ്ധിയെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇസ്രായേലിലെ മറ്റു തന്ത്രമാണെങ്കിലോ ഇതൊക്കെ വലിയ അന്തർദേശീയ ഗൂഢാൽ പറയലുണ്ട്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അവർ ശരി എന്ന് പറയും, പക്ഷെ അതിൻ്റെ നോക്കേണ്ടത്. അപ്പം ഹമാസ് എന്ന സംഘടന വാസ്തവത്തിൽ ഒരു അത്ര നിഷ്കളങ്കരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പം അൻവറിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ആ വീഴ്ച പറയേണ്ടി വരും. അൻവർ ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു ചില കാര്യങ്ങൾ ഗുണകരമായിട്ടൊക്കെ ഇപ്പം കാണിക്കുന്നത്. ഇപ്പം കോൺഗ്രസ് പാർട്ടി, UDF സംഘടനകൾ, UDFിലെ ഘടകകക്ഷികൾ എല്ലാം അൻവറായിട്ട് ധാരണയെത്തി പ്രശ്നം തീർക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഈ മഹാൻ പറയുന്നത്, എനിക്ക് സംസാരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ 1,00,000 വോട്ട് കിട്ടുമെന്നാണ്. ഏടോ, ആ ഗദ്ദാഫിക്ക് പറ്റിയതുപോലെ, സദ്ദാമിന് പറ്റിയതുപോലെ, ഇപ്പം ഗസയിലെ ആ നേതാക്കളെ പറ്റിയതുപോലെ നിങ്ങൾക്ക് അതുപോലും നിങ്ങളാകുന്നത്. നിങ്ങൾ തെറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു കാര്യം പറയാം, അൻവറിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞാൽ
സംഘ് പരിവാറിൻ്റെ സഹായത്തോടെ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ CPM ചില അഡ്ജസ്റ്റോടുകൂടി ലീഗിന് പിന്നെ സതീശൻ്റെ സ്ഥാനാർത്ഥി ആരെയാണ് ജയിപ്പിച്ച് തന്നേക്കാം എന്നൊരു ധാരണ ഉണ്ടെന്നൊരു വിങ് പുറത്ത് പറയുന്നുണ്ട്. അതിനർത്ഥം 2-3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ ഇതെല്ലാം ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ ലീഗിനെയും അൻവറിനെയും സതീശനെ ഒരുപോലെ ഒതുക്കാം. സതീശൻ നാടുവാഴി സിനിമ പറയുമ്പോഴേ അത്ര കൊച്ചായിട്ട് നിങ്ങൾ കാണരുത്. സതീശനൊക്കെ വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്, വലിയ ഉദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ കരുക്കൾ നീക്കാൻ അറിയാം. ഒന്നിലും പ്രതിപക്ഷ നേതാവ് സ്ഥാനം നേതൃത്വത്തില്ലേ ആരെ സ്വാധീനിച്ചാണ്. അപ്പം അങ്ങനെ സതീശൻ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതൊക്കെ ശരിയെങ്കിലും അൻവർ ഇപ്പോൾ ചെയ്യേണ്ടത് സതീശനോ കേറിക്കണോ എന്നിട്ട് കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളൊക്കെ പറയുന്ന അങ്ങോട്ട് കേട്ട് ആര്യാടൻ ഷൗക്കത്ത് പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഭാവിയുണ്ട്. അതല്ലെങ്കിൽ ഭാവി ഇല്ലെന്നും പറയാൻ പറ്റില്ല, പക്ഷെ അത് ചോദിച്ചിട്ട് വേണം. ഇന്നലെ പറഞ്ഞ പോലെ പിന്നോക്കത്തിൽ ന്യൂനപക്ഷ ഐക്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് സംഘടിപ്പിച്ച് അതൊക്കെ ഒരു പരീക്ഷ ഘട്ടമാണ്. 100% വിജയം ഷുവറല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നിങ്ങൾ വൈകി വേളയ്ക്ക് അൻവർ ചെയ്യേണ്ടത് എന്താണ്? കോൺഗ്രസിൻ്റെയും UDF നേതാക്കൾ പറയുന്നത് കേട്ട് മര്യാദക്ക് സ്നേഹത്തിൽ വന്നെല്ലാം ചെയ്ത് UDF സ്ഥാനാർത്ഥിയെ പിന്തുണ കൊടുത്ത് UDF സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ നോക്കുക. അങ്ങനെ ജയിപ്പിക്കാൻ നോക്കി ആര്യാടൻ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സീറ്റ് UDF ഉറപ്പാണെന്നേ. ഒരു സീറ്റ് ഉറപ്പാണ്, സംശയിക്കട്ട. നിങ്ങൾ ഒരു പക്ഷേ ഒരു മന്ത്രി വരെയും ആകാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് മുന്നണി ചേരാൻ ഒരു മന്ത്രി ഉറപ്പാണല്ലോ. അതൊക്കെ ആഫ്റ്റർ ഇലക്ഷൻ, ആ റിസൾട്ട് വന്നതിന് ശേഷം. ഇതൊക്കെ റിസൾട്ട് ബഹുഭൂരിപക്ഷത്തോടെ അൻവർ അല്ലാത്ത ആര്യാടൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. മറിച്ച് ആര്യാടൻ നിങ്ങൾ തോൽപ്പിച്ചിട്ട് ഇടതുപക്ഷമാണ് ജയിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സാധ്യതകൾ കുറവാണ്. എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുമ്പോൾ LDF അങ്ങോട്ട് ഇപ്പം ഇന്നൊരു LDFിൻ്റെ നേതാവ് പറഞ്ഞു 10,000 വോട്ടിൽ അൻവർ പിടിക്കുകയാണെങ്കിൽ നമുക്ക് സഖ്യത്തെ കാര്യം വീണ്ടും ആലോചിക്കാന്നൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അത് സതീശൻ കാണുന്ന ബുദ്ധിയില്ല. തൽക്കാലം ഇവിടുത്തെ 10,000 വോട്ട് പിന്നെ അൻവർ പിടിച്ചാൽ ഏതാണ്ട് ഉറപ്പാണ് LDF ജയിക്കുന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഒരു ഓഫർ മാത്രമാണ്. പക്ഷെ അതേ ഒരു ബുദ്ധി എന്തുകൊണ്ട് സതീശൻ ചെയ്യാതെ പോയി? അത് LDFിൻ്റെ അല്ലെങ്കിൽ പിണറായിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ പറഞ്ഞു കേട്ട് അൻവർ നിങ്ങൾ തകർത്ത് കളയണം, നിങ്ങളുടെ സ്ഥാനം ജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ചെയ്ത ചരിത്രമുണ്ട് LDFിന്. ഞാൻ പറഞ്ഞുതരാം. മട്ടാഞ്ചേരിയിൽ അങ്കമാലിക്കാർ ജോസഫൈൻ അവിടെ ഞാൻ പറയാൻ അവിടെ തോറ്റിൽ എത്രയോ 10,000 വോട്ടിൽ കൂടുതൽ ജയിച്ചു. ഇബ്രാഹിം ജയിച്ചു. അത്ര വോട്ട് ഇബ്രാഹിം കൂടെ ഇല്ല. കാരണം അവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രീമതി ടീച്ചർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റില്ല. സീനിയർ അവരാണ്, ജോസഫൈനാണ്. അവർ മരിച്ചുപോയി. വലിയ സംഭവമാണ്. പെരുമ്പാർ സാജിപ്പോൾ 4ാമത് ജയിച്ച ആൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. അങ്ങനെ ചാൻസിൽ ഒരു ക്രിസ്ത്യാനി കോർഡിനേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെറിയ ഇതുണ്ടായി. അതുപോലെ നമ്മൾ വേറെയുണ്ട് കാര്യങ്ങൾ. അത് ഞാൻ പറയും, എല്ലാം പറയാനുണ്ടാ. ശൈലജ, ഇത്രയും സംഘടിത ശക്തിയുള്ള ഇത്ര നേതൃത്വമുള്ള ശൈലജ എങ്ങനെയാണ് അവിടെ തോറ്റത്? അതിന് മുൻപ് രാജൻ അങ്ങനെ അത് രാഷ്ട്രീയമാണ്, ഞാൻ കുറ്റപ്പെടുത്തല്ല. അതുപോലെ ഇവിടെ ചെയ്താൽ ഇന്നത്തെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ബുദ്ധിജീവിയായ രാജേഷ് അതല്ലേ ഇന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ഒതുക്കാൻ പറ്റും. അങ്ങനെയും ചിന്തിക്കാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംഘപരിവാറിന് രക്ഷപ്പെട്ട് സംഘപരിവാറിന് അൻവർ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പരസ്യമായിട്ട് എതിർന്നത് സംഘപരിവാറിന് എതിർക്കുന്നത് അൻവറാണ്. ലീഗൊന്നും എതിർത്തിട്ടില്ല. അപ്പോൾ അൻവറിനെ അങ്ങോട്ട് തകർത്ത് കളയാൽ ഒതുക്കി കളയാം. ഈ കാര്യത്തിൽ ലീഗിനെ ഇത് ഞാൻ പിടിച്ച് ഞങ്ങൾ ഗ്രൂപ്പ് ജയിച്ചു അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ജയിച്ചു എന്ന് വീമ്പെടുക്കാം സതീശന്. അത് 2, 3, 4, 5 കാര്യങ്ങൾ അതിലുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ അവസരം കൊടുക്കരുത്. കാരണം ഇതെല്ലാം ഇത് അൻവറും തോറ്റുപോയി, ലീഗിന് ആ അപ്രമാദിത്യം പോയാൽ സതീശൻ പിന്നെ മറ്റൊരു പിണറായി ആവില്ലേ? അതാണ് അൻവർ പറഞ്ഞാൽ മുക്കാൽ പ്രമാണിയത്, മുക്കാൽ പിണറായി ആവെന്ന് പറഞ്ഞത്. അതിനും നിങ്ങൾ അവസരം കൊടുക്കരുത്. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞത് മറ്റാരും പറയില്ല, മനസ്സിലായിക്കുള്ളൂ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അൻവറിന് ഇപ്പോൾ സതീഷിനെ എതിർക്കല്ല വേണ്ടത്. സതീഷായിട്ട് ഒത്തുനിന്നുകൊണ്ട് നിങ്ങൾ ആര്യാടൻ ഷൗക്കത്ത് ജയിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്, വളരെ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ട് അൻവർ ഇനിയും മനസ്സിലായില്ലെങ്കിൽ അൻവറിൻ്റെ ഉപദേശകർ മറ്റൊരു സദ്ദാമായിട്ടും ഗദ്ദാഫിയായിട്ടും ഇപ്പോൾ ഹമാസിൻ്റെ ബുദ്ധിശൂന്യായ നേതാക്കളടിക്കും. കാരണം ഹമാസിൻ്റെ ഇന്നത്തെ യുദ്ധത്തിൽ
നിങ്ങൾ പറയുന്നത് മറ്റൊരു ജീവിതം ഉണ്ടെങ്കിൽ ഇപ്പം ശരിയാണ്, ഇങ്ങനെ വംശഹത്യ കുഞ്ഞുമക്കളെ കൊന്നവർക്ക് ശിക്ഷ കിട്ടുക. ഈ മറ്റൊരു ജീവിതം മറ്റൊരു ലോകം ഇല്ലെന്ന് ചിന്തിക്കുന്നവർക്ക് എന്ത് ഇവിടെ തന്നെ തീർന്നു, ഇവിടെ തന്നെ തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ഭയം? വംശത്തിൽ എന്ത് ഹത്യ ചെയ്താലും അവർക്ക് എന്ത് മതി? അങ്ങനെയുള്ളവരോട്ടില്ലോ. പിണറായി സഖാവ് മറ്റൊരു ജീവിതം പ്രതീക്ഷിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റൊരു ജീവിതമില്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. നമ്മുടെ ഉമർ ഖയ്യാം പറഞ്ഞിട്ടുണ്ട്, വലിയ സാഹിത്യകാരനും ബുദ്ധിജീവിയാണല്ലോ, വലിയ ഫിലോസഫിസ്റ്റ്. അദ്ദേഹം പറഞ്ഞ ഒരു പൂവ് വിടർന്നു കഴിഞ്ഞാൽ അത് ഭൂമിയിൽ തന്നെ ആത്മതിക്കും, രണ്ടാമത് ചാൻസ് ഇല്ല. അതാണ് ഉമർ ഖയ്യാം എന്ന് പറഞ്ഞാൽ മുസ്ലിമായ താത്വിക ആചാര്യൻ പതാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അവർക്കൊന്നും മറ്റു ലോകത്തെക്കുറിച്ചില്ല. ഇവിടെ എന്ത് കിട്ടിയോ അതിന് സുഖം തന്നെ, മറ്റൊരു ശിക്ഷയൊന്നും അവർ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനൊക്കെ വിശ്വാസം പിന്നെ എന്ത് ശിക്ഷ? അതുകൊണ്ട് ബുദ്ധിപൂർവ്വമാണ് കാണിച്ചത്. വംശഹത്യക്ക് അവസരം കൊടുക്കല്ലേ. അങ്ങനെ ഒരു ലോകം പരലോകത്തുണ്ടെങ്കിൽ, മറ്റു ലോകത്തുണ്ടെങ്കിൽ ഈ വംശഹത്യക്ക് കൂട്ടുനിന്നാൽ ഈ സാഹചര്യം ഒരുക്കുക ഈ ഹമാസിന്റെ നേതാക്കൾക്കും ഇസ്രായേലിനോടൊപ്പം തന്നെ ശിക്ഷ കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ, ഉണ്ടെന്നോ ഇല്ലെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അത് വേറെ കാര്യമാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യമല്ല, മൊത്തത്തിൽ കാര്യം പറഞ്ഞു. എൻ്റെ വ്യക്തിയുടെ കാര്യം വേറെ ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് അതൊന്നും ശരിയല്ല. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ അൻവർ ചെയ്യേണ്ടത്. അൻവറിൻ്റെ കളി അല്പം കൂടിപ്പോയി എന്നുള്ളതല്ലോ. ഒരു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുന്നണി സ്ഥാനാർത്ഥിയെ പിന്നെ എതിര് പറയാൻ പാടില്ലെന്നുള്ള. അതിപ്പോൾ അൻവർ മാത്രമല്ല, ഈ കോൺഗ്രസിൻ്റെ കുഴപ്പമെന്നറിയോ, ഇന്ന് എല്ലാ ജോയി പറഞ്ഞറിയോ അൻവർ ചെയ്തത്. മറ്റത് ആ കുഞ്ഞ് മരിച്ചതിനെ കുറിച്ച് ഇദ്ദേഹം സ്ഥാനാർത്ഥി ആര്യാടെ ചൗക്കത്തിൽ തെറ്റായി പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അതൃപ്തിയും ഗ്രൂപ്പീസ് പോലെ കാണിച്ചു കളഞ്ഞു. ഇതാണ് കോൺഗ്രസിന് ഈ സന്ദർഭത്തിൽ എന്ത് വഴക്കുണ്ടെങ്കിലും. Incoming call from TSB identified by Truecaller. സോറി, എന്തൊക്കെ വഴക്കുണ്ടെങ്കിലും ഈ സമയത്ത് പറയാവോ അതുപോലെ അതാണ് കോൺഗ്രസിന് കുഴപ്പം. ഈ ഗ്രൂപ്പീസ് ഇപ്പോഴുള്ളത് ലെവൽ ഏറ്റവും ഇത്രയും അതിനിർണായകമായ ഒരു സമയത്ത് ജോയി ഇങ്ങനെ പറഞ്ഞാൽ നാളെ എന്തെങ്കിലും കാരണവശാൽ ആര്യാണ് ക്ഷീണം പറ്റൽ, നാളെ ജോയി നിൽക്കുമ്പോൾ ഇതിനെ ആവർത്തിക്കല്ലേ. ഇപ്പം തന്നെ 2 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഒന്ന് ആര്യാട് നിന്നപ്പോൾ തോൽപ്പിച്ചു എന്നുള്ള പരാതി, പിന്നെ പ്രകാശ് നിന്നപ്പോൾ ആര്യാട് തോൽപ്പിച്ചു പരാതി. ഇതൊക്കെ നിലനിൽക്കുകയാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ജോയിയുടെ ഈ പ്രസ്താവന. അതാണ് കോൺഗ്രസിൻ്റെ തന്തയില്ലായ്മ എന്നൊക്കെ അതിന് പറയാതെ. കാരണം അത്ര മോശമാണ്. ഈ അതിസങ്കീർണമായ സമയത്തും അവനവൻ്റെ ആഗ്രഹവും താല്പര്യമില്ലാതെ പാർട്ടിയുടെ രാജ്യ താല്പര്യമില്ല. ഒരു നമ്പൂരി പുഴയിൽ മുങ്ങി മരിക്കാൻ പോണ്, അപ്പോൾ വെള്ളം കലക്കി കുടിക്കുന്നത് പണ്ട് നായരോട് പറഞ്ഞ പോലെ ഈ ദുർഘട നിമിഷത്തിലും അവിടെ ഗ്രൂപ്പിസം പൊങ്ങിയവരാണ്. അപ്പോൾ ഇവരൊക്കെ വാസ്തവത്തിൽ ചാട്ട് കറിക്കണ്ടേ, നട്ടിൽ അടിച്ച് പൊട്ടിക്കണ്ടേ. ഇങ്ങനെ ചെയ്യുന്ന ആരായാലും, ഞാൻ ജോലിയെക്കുറിച്ചല്ല, ആരായാലും, അത് അൻവറാണെങ്കിലും. അപ്പോൾ അൻവർ ചെയ്തില്ല. പക്ഷേ അതിന് അൻവറിന് പറയാൻ ഒരു കാരണമുണ്ട്. സതീശൻ സാറേ, നിങ്ങൾ ചുമതലപ്പെടുത്തിയില്ലേ അൻവറിൻ്റെ 5-6 മാസം മുമ്പ് പാർട്ടിയിൽ എടുക്കണം. അന്ന് മറ്റെന്തോ ഒരു പേരാണ് പറഞ്ഞല്ലോ, സ്ഥിരമായിട്ടല്ല താൽക്കാലിക എന്തോ ആട്ടെ, അത് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ വാക്കത്ത് നോക്കിയില്ലേ? അത് ഞാൻ പെണ്ണ് കാണാൻ പോയി വെച്ചാൽ ഞാൻ ഇട്ടിരുന്ന ബ്ലൗസ് നിറം പറ്റിയില്ല, പെണ്ണ് പറ്റൂല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഞാൻ അവരോട് വിട്ടി, നിന്റെ കയ്യിൽ വരുമ്പോൾ നിനക്ക് വേണ്ടി ബ്ലൗസ് ഇല്ലാതിരിക്കാമല്ലോ, നിന്റെ അവകാശമല്ലേ. ഇത് ഇട്ടിരിക്കുന്ന ബ്ലൗസിന് നിറം പറ്റിയില്ലാന്ന്. അപ്പോൾ ഒരു വീട് കാണാൻ പോയപ്പോൾ ഒരാൾ പറയണം, ഒരു പെണ്ണുമ്പിള്ള പറയാണ് അത് അമ്മി ഇട്ട സ്ഥലം പറ്റിയില്ലത്. അമ്മി നമുക്കൊരു മാറ്റം പള്ളി എവിടെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുപോലെയല്ലേ സതീശ. വാക്കത്ത് നോക്കിയില്ലേ സതീശ? നിങ്ങൾ നിസ്സാരക്കാരല്ലെന്നറിയാം, നിങ്ങൾ ബുദ്ധിമാനാണ്, സംശയം കുഴപ്പമൊന്നുമില്ല. സാധാരണ കോൺഗ്രസ്സുകാരെ അപേക്ഷിച്ച് ബുദ്ധിമാനാണ്, അത് തെറ്റില്ല. അതല്ല ഈ മുസ്ലിം ലീഗിനെയൊക്കെ അമിതമായ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ജാതി സംഘങ്ങൾ ഡിപ്പെൻഡ് ശരിയല്ല. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷേ ഇവിടെ ജയിക്കുക എന്നുള്ളതാണ്. യുദ്ധത്തിനും തെരഞ്ഞെടുപ്പിലും പ്രേമത്തിലും നിയമമൊന്നുമില്ല. അവിടെ എങ്ങനെ ജയിക്കുക എന്നുള്ള എന്ത് അറ്റ് എനി കോസ്റ്റ്, എന്ത് മാർഗം ഉപയോഗിച്ചു, എന്ത് കൊടുത്തു അവിടെ ജയിക്കുക എന്നുള്ളതാണ്. അവിടെ സത്യം നീതിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അൻവറിൻ്റെ കയ്യിലെടുത്തല്ലേ പൂടെ പുല്യെന്ന് പറയണ്ടേ, അതിലെ ബുദ്ധി, അതിലെ അപാര ബുദ്ധി. ഇതൊരു വക്രബുദ്ധി ആയിപ്പോയില്ലേ.
കാരണം എനിക്ക് എല്ലാം ഒതുക്കാം, എൻ്റെ കയ്യിൽ വരും എന്നുള്ള പ്രതീക്ഷയാണ്. അതും ശരിയാണ്. പക്ഷെ അങ്ങനെ എല്ലാം കൂടി ഒതുക്കുമ്പോൾ എന്ത് പറ്റിയെന്നറിയോ സതീഷ? ഞാൻ പറഞ്ഞു, ഒരു ആണും പെണ്ണും ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ നെയ്യിൽ ഓതി ഞങ്ങൾ മാത്രം പാടുള്ളൂ, ബാക്കി എല്ലാം നശിക്കണമെന്ന്. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ലവ് പ്രേമിച്ച് കിടക്കാമല്ലോ. ദൈവം സമ്മതിച്ചു. നോക്കിയപ്പോൾ വിജയമാണ്. അവർ മാത്രമായി, അവർ ഭയന്ന് ഓടാനും പറ്റും, ഓടിയിട്ട് പോകാനാ. അപ്പോൾ അവസാനം ദൈവം അത് വേണ്ട, ഞങ്ങളുടെ തെറ്റാണ്, പഴയതുപോലെ ആകട്ടെ എന്ന്. അപ്പോൾ സതീഷിന് എല്ലാവരും ഒതുക്കി നിങ്ങൾ മാത്രം ഏകശിലാഫലകം പോലെ വരാൻ തീരുമാനിച്ചാൽ, അങ്ങനെ മനസ്സിൽ ഉണ്ടെങ്കിൽ, ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ആൾക്കാർ പറയുന്നതാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾക്കാൾ വലിയ വീട്ടിൽ വരെ ഉണ്ടോ? ആ വീട്ടിയാക്കി നിങ്ങൾക്ക് ആഗ്രഹിക്കണോ? താൽക്കാലിക വീട്ടിയാണ് അൻവറായി, താൽക്കാലിക വീട്ടിയാണല്ലോ, മറ്റേ സ്ഥിര വീട്ടിയായില്ല. നിങ്ങളിപ്പോൾ അതുപോലെ പെടുവോ? അങ്ങനെ പെടരുതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അൻവറും സതീഷും കൂടി ഒറ്റ ഇതാണ് പ്രസ്താവന, പത്രസമ്മേളനം വേണ്ട, ഒരുമിച്ച് നടത്തിക്കപ്പോൾ ആരും തോൽക്കുന്നില്ലല്ലോ. ഏകപക്ഷീയമായിട്ട് ഞാനിങ്ങനെ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു, ഞാനും എൻ്റെ ഒരു പാർട്ടിയും. അതുപോലെ അൻവർ പാർട്ടി നമ്മൾ മുന്നണിയിലെടുത്തു എന്ന് പറഞ്ഞാൽ തടി രക്ഷപ്പെടുത്താൻ പാടില്ല. അതാണ് ബുദ്ധി. ഒരു കാര്യം ഞാൻ സമയം തെറ്റാണ്. ഇവിടെ ഈ ജാതി സെൻസസിനെ കൊടുത്ത് പിന്നെ NSS പറഞ്ഞപ്പോൾ മനസ്സിലാക്കാം. NSS ഭൂരിപക്ഷ സമുദായമാണ്. 9% ഇപ്പോൾ 4 ഇരട്ടി അവർക്ക് സർവീസിലുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ അവർ പറയും കത്തോലിക്ക സഭ. എന്ത് കത്തോലിക്കല്ല, എത്തിക്കല്ല, സുറിയാനി കത്തോലിക്ക സഭ. അവരും പറഞ്ഞു അത് ഒരാടിനെ നശിപ്പിക്കുന്നു. എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അല്പം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഭയപ്പാട്. അല്ലെങ്കിൽ തുല്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷാപ്പിയുള്ളവരുടെ കൂടെ നിങ്ങൾ നിൽക്കണ്ടേ? സാമൂഹ്യ നീതി, എല്ലാവർക്കും നീതി, അത് NSS പറയുന്നുണ്ടോ? നിങ്ങൾക്ക് അഭിമാനത്തോട് പറയോ ഞങ്ങൾക്ക് സാമൂഹ്യ നീതിയാണ് പ്രതീക്ഷിക്കുന്നത്? സാമൂഹ്യ നീതിയാണെങ്കിൽ എല്ലാവർക്കും നീതി ലഭിക്കണ്ടേ? ഇത് 9% ഉള്ളവർക്ക് 4-5 ഇരട്ടി, 12-14% ഉള്ളവർക്ക് 2-3 ഇരട്ടി, ഈഴവനെ ഉള്ളവർക്ക് ഈഴവന് മാത്രം ഇരട്ടിയൊന്നുമില്ല, എന്നാൽ ഉള്ള മുഴുവനുണ്ട്. ദളിതുകൾക്കും ആ സംവരണമുള്ളതുകൊണ്ട് അതുകൊണ്ട്. ഏറ്റവും കൂടുതൽ ക്ഷീണം പറ്റിക്കുന്നത് മുസ്ലിം സമുദായത്തിനാണ്. 10-40% വരുന്നവർക്ക് ഇന്നും ഒരു കണ്ടപ്പോൾ 26-27, അത് 30 വർഷം കിടക്കുന്നത് അതേ കണക്കാണ്, കൂടുന്നില്ല. ബാക്കി എല്ലാവരും കൂടുന്നില്ല. എന്നിട്ട് അത് കൊടുത്തിട്ടാണ് ആ 12% റിസർവേഷൻ പോലും കിട്ടിയിട്ടില്ല. 40-50 വർഷക്കാലം ലീഗ് ഉൾപ്പെടെ UDF ഭരിച്ചിട്ട് മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ഡെപ്യൂട്ടി മന്ത്രിയൊക്കെ ആയിട്ട് വെച്ചിട്ടും അവർക്ക് ആ 12% അതെങ്കിലും പൂർത്തി വാങ്ങിക്കുമല്ല. അത് ഇല്ലാതെ ഇപ്പോൾ എല്ലാം ഒരു മുഖ്യമന്ത്രി കരുണാകരൻ ഒരു ശ്രമം നടത്തി. ഇതാണ് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്. ഇതേ തുടങ്ങിയപ്പോൾ ഈ പറയുന്ന കത്തോലിക്കരും NSS ചേർന്നിട്ട് ഇല്ല, ആരും മാതൃപേക്ക് പിടിക്കാണ്ടല്ലോ, എതിർത്തു. കരുണാകരൻ പോയി തോറ്റുപോയി. കാരണം തലസ്ഥാനം മധ്യകാലത്ത് മാറ്റാൻ ശ്രമിച്ച കരുണാകരനെ ആ കോൺഗ്രസ് നേതാക്കൾ ഈ സവർണ മേധാവികൾ കൂടില്ല തകർത്തുകളഞ്ഞ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു തലസ്ഥാനം മാറ്റേണ്ട, നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു അനക്സ് മധ്യകാലത്ത് മതി. അതാണ് ഞങ്ങൾ കരുണാകരൻ്റെ ഫോട്ടോയിൽ വയ്ക്കുന്നത്. കാരണം അദ്ദേഹത്തെ വലിയ ആഗ്രഹമായിരുന്നു തലസ്ഥാനം മധ്യകാലത്ത് മാറ്റാന്നുള്ളത്. അത് അന്നത്തെ ഭൂഷകളും സവർണ മേധാവികൾ സമ്മതിച്ചില്ല. അതിൽ കത്തോലിക്കനും കൂടി. കത്തോലിക്കനും നായർ വിഭാഗയുടെ ഒരു കൈയാണ്. അല്ല KC വേണുഗോപാൽ അവരെ നോമിനാണ്, മറ്റേ കൊടിക്കുന്ന് സുരേഷ് അവരെ മുന്നേ പറയാൻ കാരണം കോൺഗ്രസിന് എപ്പോഴും സവർണ വിഭാഗത്തിൽപ്പെട്ട നായർ വിഭാഗവും കത്തോലിക്ക വിഭാഗത്തിനും സംഘടിതരാണ്, അവർ ശക്തരാണ്, അവർ ഒരു കൈയാണ്, ഒരേ ചിന്തകനാണ്, പണ്ട് പോലുള്ളതാണ്. അവരെ നോമിനാണ് AICCയിലും ഡൽഹിയിലും ഇരിക്കുന്നത്. ഈ സുരേഷ് പിന്നെ ഈ മറ്റേ ഇതും പിന്നെ ഈ ഇപ്പോഴത്തെ KC വേണം, അതും ബാൻഡയൊക്കെ ഇതൊന്നും വേണ്ട, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ ഇരിക്കട്ടെ. അപ്പോൾ ഏതായാലും സമയം വൈകി തീരാൻ പോകണം. NSS പറയുന്ന ജാതി സെൻസസിനെതിരെ പറയുന്നു, ഇപ്പോൾ കത്തോലിക്കർ പറയുന്നു, ഒരുപോലെ വിഡിത്തം തെറ്റുമാണ്. അതൊരു ന്യായമല്ല, സോഷ്യൽ ജസ്റ്റിസ് പറ്റിയതല്ല, നീതിക്ക് പറ്റിയതല്ല. നീതിക്ക് പറ്റിയാണെങ്കിൽ എല്ലാവർക്കും തുല്യനീതി, വോയിസ് ഫോർ വോയിസ്ലെസ്, വോയിസ് ഓഫ് ജസ്റ്റിസ്. അത് ഞങ്ങൾ വോയിസ് ഓഫ് ജസ്റ്റിസ് ഞങ്ങളുടെ സംഘടന എത്ര വർഷം പഴക്കമുള്ള, 19 വർഷം പഴക്കമുള്ളതാണ്. ജനസംഖ്യാനുപാത സംവരണം വേണ്ടുന്നത് ഞങ്ങൾ തന്നെയാണ്. അതിപ്പോൾ ഏതാണ്ട് എല്ലാവരും അനുകൂലിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരണത്തിൽ അൻവറെ ഞാൻ ലാസ്റ്റ് വരെ പറയാണ്, അൻവർ ഒരു ധാരണ എത്തി ഇന്ന് തന്നെ കഴിയുന്നു. നിങ്ങൾ സംസാരിക്കേണ്ട പലരും കാണാൻ സംസാരിക്കും വരുന്നത് എനിക്കറിയാം. അത് നിങ്ങൾ എല്ലാം മറിച്ച് സതീശൻ എന്തൊക്കെ പറഞ്ഞാലും UDFിൻ്റെ ചെയർമാനാണ്, അതിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും അദ്ദേഹത്തെ നേതൃത്വത്തിൽ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിൽ രക്ഷയില്ല. വളയത്തിൽ കൂടി ചാടിയാലേ പറ്റുള്ളൂ. വളയില്ല ചാടി തെറ്റല്ല, എത്ര ശക്തരാണെങ്കിലും. നിങ്ങളിപ്പോൾ വലിയ മഹാന്മാരും ഇവിടെ തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണ്.
ആ അവസരം ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുകയും നിങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി കോൺഗ്രസ് നേതാക്കളോടും UDF നേതാക്കളോടും അൻവർജിയോടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. ജയ് ഹിന്ദ്.